ഓക്കെ, ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ജോസഫ് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാര പ്രായക്കാരനായിരുന്നു. ഓക്കെ, ആ ഏജ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 13 years old. അവിടെയാണ് നമ്മുടെ സംഭവങ്ങൾ തുടങ്ങുന്നത്. 13 years old. പുരാതന ഗോത്രപിതാക്കന്മാരുടെ കാലത്ത് മധ്യപൂർവ്വദേശത്ത് അവൻ ജീവിച്ചിരുന്നു. യഹൂദ വംശത്തിലെ ശ്രേഷ്ഠ ഗോത്രപിതാവായ ജേക്കബ് ആയിരുന്നു അവൻ്റെ പിതാവ്. അവന് 11 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ വീണ്ടും മറ്റൊരു സ്വപ്നവും കണ്ടു. സ്വപ്നങ്ങളുടെ ചുരുക്കം ഇത്രയുമാണ്. സ്വപ്നം 1: ജോസഫ് വയലിൽ കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ സഹോദരന്മാരും ഒപ്പമുണ്ട്. പെട്ടെന്ന് ജോസഫിൻ്റെ കറ്റ നിവർന്നു നിൽക്കുകയും സഹോദരന്മാരുടെ കറ്റകൾ ചുറ്റിനും കൂടി വന്ന് അതിനെ നമസ്കരിക്കുകയും ചെയ്തു. സ്വപ്നം 2: സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ജോസഫിനെ നമസ്കരിച്ചു. സ്വപ്നത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊരു വിഷയമല്ല. അതുകൊണ്ട് എന്താ ഈ സ്വപ്നമെന്ന് ഞാൻ അതിനുശേഷം പറയുന്നുണ്ട്. സ്വപ്നങ്ങളുടെ അർത്ഥം വ്യക്തമായിരുന്നു. ജോസഫ് രാജാവിന് തുല്യമായ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥമാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, സ്വപ്നത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ല. അപ്പോൾ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യക്തമായിരുന്നു. ജോസഫ് രാജാവിന് തുല്യമായ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയരുവാൻ പോകുന്നു. ഈ സ്വപ്നങ്ങൾ വെറും സ്വപ്നമായിരിക്കാതെ അപ്പോൾ ജോസഫിൻ്റെ ഹൃദയത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കും ഇറങ്ങിച്ചെന്ന് അതിനൊരു പരിണാമമുണ്ടായി. അതവൻ്റെ ജീവിത ദർശനമായി മാറി. ജീവിത ദർശനം എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഒറ്റ വാക്കി പറഞ്ഞ വിഷൻ എന്നുള്ള വാക്കിനെ ഞാൻ മലയാളത്തിൽ ഇനി ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ മലയാളം ട്രാൻസ്ലേഷൻ. നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈറ്റിൽ തന്നെ 3 reasons ഫോർ യുവർ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഫെയിലിയർ എന്നുള്ള വാക്കിൻ്റെ മലയാളം ട്രാൻസ്ലേഷനിൽ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, അത് കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ അല്ല. ഞാനല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവിത ദർശനം ഞാൻ ഉദ്ദേശിക്കുന്നത് വിഷൻ. അത് ഈ സ്വപ്നം വേറൊരു സ്വപ്നമായി ഡ്രീമായിട്ട് റിമെയിൻ ചെയ്യാതെ ആ ഡ്രീം കുറച്ചുകൂടെ കൺവേർട്ട് ചെയ്ത് ഇറ്റ് ബിക്കെയിം എ വിഷൻ ഓഫ് ഹിസ് ലൈഫ്. വിഷൻ ഈസ് സംതിങ് ഡീപ്പർ ദാൻ ഡ്രീം. ഓക്കെ, നമ്മൾ വിശദമായിട്ട് നോക്കുന്നുണ്ട്. അത് അവൻ്റെ ജീവിത ലക്ഷ്യമായ രൂപാന്തരം പ്രാപിച്ച് അവൻ്റെ മുന്നിൽ എപ്പോഴും നിന്നു. ഈ ദർശനം പൂർത്തീകരിക്കുവാൻ അവനൊരു സംഘത്തെ ആവശ്യമായിരുന്നു. ഇവിടെ നമ്മൾ സംഘം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ടീം എന്നതിനാണ് ഞാൻ മലയാളത്തിൽ സംഘം എന്ന് എഴുതിയിട്ടുള്ളത്. ഒരു പക്ഷേ ട്രാൻസ്ലേഷനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഐ എം നോട്ട് എ ഗുഡ് ട്രാൻസ്ലേറ്റർ. എനിവേ ഐ മീൻ ടീം. ഓക്കെ, ടീം, ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. അപ്പോൾ ഇത് അവൻ്റെ സ്വപ്നം നിവർത്തിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വിഷൻ അത് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോസഫ് ഒരു ടീം വേണമായിരുന്നു. ഒരു ടീമിനെ കൂടാതെ ആർക്കും ഒന്നും ഒരു വിഷനും ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, അവനൊരു ടീമിനെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ദർശനം സഹോദരന്മാരുമായും പിതാവിനോടും പങ്കുവെച്ചു. നിർഭാഗ്യവശാൽ അവനെയും അവൻ്റെ ദർശനത്തെയും സഹോദരന്മാർ വെറുത്തു. അവൻ്റെ പിതാവ് അപകടകരമായ മൗനം പാലിച്ചു. സോ നോട്ട് ദാറ്റ് വേർഡ്, അപകടകരമായ മൗനം പാലിച്ചു. ഇറ്റ്സ് എ ഫേറ്റൽ സൈലൻസ്. ഒരു വലിയൊരു മിസ്റ്റേക്കാണ് പിതാവ് ചെയ്തത്. ഹി കെപ്റ്റ് സൈലന്റ്. സോ അവൻ അപകടകരമായ മൗനം പാലിച്ചു. ജോസഫിൻ്റെ ദർശന സാക്ഷാത്കാരം തങ്ങൾക്കും അനുഗ്രഹമാണ് എന്ന് സഹോദരങ്ങളും പിതാവും മനസ്സിലാക്കിയില്ല. അവർ ജോസഫിനോടൊപ്പം നിൽക്കുക മാത്രം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ജോസഫിൻ്റെ ആദ്യ സംഘം, ഹിസ് ഫസ്റ്റ് ടീം, അവർ പരാജയപ്പെട്ടു. സോ നൗ യു ഗോട്ട് വാട്ട് ഐ മീൻ ബൈ ഫെയിലിയർ. പരാജയപ്പെട്ടു എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം. അവൻ്റെ ആദ്യ സംഘം പരാജയപ്പെട്ടു. പരീക്ഷ എഴുതി തോറ്റതിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ദേ ഫെയിൽ ടു ആക്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരാജയപ്പെട്ട വാക്കിനുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ദേ ഫെയിൽ ടു ആക്ട് വിത്ത് ജോസഫ്. ഓക്കെ, ഒരു ദിവസം തങ്ങളുടെ വീട്ടിൽ നിന്നും അകലെയായ ജോസഫിനെ ഏകനായി സഹോദരന്മാർക്ക് ലഭിച്ചു. അവർ അവനെയും ദർശനത്തെയും കൊല്ലുവാൻ തീരുമാനിച്ചു. ജോസഫിനെ അവർ വെള്ളമില്ലാത്തതും ആഴമുള്ളതുമായ ഒരു പൊട്ടക്കിണറ്റിൽ ഇട്ടു. എന്നാൽ അവരുടെ മൂത്ത സഹോദരന് അല്പം മനസ്സലിവ് തോന്നി. ജോസഫിനെ കരയ്ക്ക് കയറ്റി അതുവഴി വന്ന ഈജിപ്ഷ്യൻ കച്ചവടക്കാർക്ക് അടിമയായിട്ട് വിറ്റു.
ജോസഫ് അവരോടൊപ്പം അടിമയായി ഈജിപ്തിലേക്ക് പോയി. സോ ജോസഫ് ഈസ് മേക്കിംഗ് എ ജേർണി ടു ഈജിപ്റ്റ്. ഹി ലെഫ്റ്റ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് ഫാദർ ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ഈജിപ്റ്റ്. അങ്ങനെ തൻ്റെ ആദ്യ സംഘമായി ജോസഫ് ബന്ധം വിച്ഛേദിച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് ഡിസ്അസോസിയേറ്റ് എന്നുള്ള വാക്കാണ്. അസോസിയേഷന് വേണ്ടാന്ന് വിചാരിച്ചു. ബന്ധം വിച്ഛേദിച്ച് വിദേശ രാജ്യത്തേക്ക് തൻ്റെ ദർശനം മുറുകെ പിടിച്ചുകൊണ്ട് യാത്രയായി. ആദ്യ പരാജയത്തിൽ തൻ്റെ ദർശനം നഷ്ടപ്പെടാതിരിക്കാൻ ജോസഫ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഈജിപ്ഷ്യൻ കച്ചവടക്കാർ ജോസഫിനെ പൊത്തിഫർ എന്ന പട്ടാള മേധാവിക്ക് വിറ്റു. പൊത്തിഫറിന്റെ വീട്ടിൽ അല്പകാലത്തേക്ക് ജോസഫിന് സുഖജീവിതം ലഭിച്ചു. എന്നാൽ ഇതല്ല തൻ്റെ ദർശനമെന്ന് അവൻ എപ്പോഴും ഓർത്തു. സോ ഹി ഓൾവേസ് തോട്ട് അബൌട്ട് ഹിസ് വിഷൻ. പൊത്തിഫറിന്റെ വീട്ടിലുള്ള കംഫർട്ടല്ല വിഷൻ. പൊത്തിഫറിന്റെ വീട്ടിലുള്ള കംഫർട്ടല്ല അവൻ്റെ വിഷൻ. അതവൻ എപ്പോഴും ഓർത്തുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും അവനെ ഓർപ്പിക്കും. വിഷൻ എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. താൻ രാജതുല്യനായി തീരേണ്ടവനാണ്. പൊത്തിഫറിന്റെ വീട്ടിലെ ഒരു സെർവൻ്റ് അല്ല, രാജതുല്യനായിട്ട് തീരേണ്ട വ്യക്തിയാണ്. പൊത്തിഫറിന്റെ വീട്ടിൽ അവനൊരു സ്ലേവ് ആണ്. ഈജിപ്ഷ്യൻ കൾച്ചർ അനുസരിച്ച് സ്ലേവ്സിന് മാസ്റ്റർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചേറെ ഫ്രീഡം കിട്ടും. അങ്ങനെ കുറച്ച് ഫ്രീഡം അനുഭവിച്ചിരുന്ന ആളാണ് ജോസഫ്. പക്ഷെ എന്നാൽ ഈ ഫ്രീഡം ഒന്നുമല്ല, ഈ കംഫർട്ടും ഈ ഫ്രീഡവും, ദോ ഐ എം എ സ്ലേവ് ഐ എം എൻജോയിങ് സം ഫ്രീഡം, അതല്ല തൻ്റെ വിഷൻ എന്ന് ജോസഫിന് എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ജോസഫ് അതിൽ സാറ്റിസ്ഫൈഡ് ആയില്ല. അടിമയായി ജീവിക്കേണ്ടവനല്ല. കാഴ്ചയിൽ അതീവ സുന്ദരനായിരുന്ന ജോസഫിനെ മോഹിച്ച പൊത്തിഫറിന്റെ ഭാര്യയുടെ ആഗ്രഹം നിവർത്തിച്ചു കൊടുത്ത് അവിടെ സുഖമായി ജീവിക്കുവാൻ ജോസഫ് തയ്യാറായില്ല. നിരാശരായ പൊത്തിഫറിന്റെ ഭാര്യ ജോസഫിനെതിരെ പീഡനകഥയുമായിട്ട് എത്തി ജോസഫിനെ ജയിലിൽ അടച്ചു. ഇരുണ്ട ജയിൽ മുറിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ജോസഫ് ചില നാളുകൾ കഴിഞ്ഞു. ജയിൽവാസം ജോസഫിന്റെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ അനുഭവമായിരുന്നു. പക്ഷെ അപ്പോഴും ദർശനം ജോസഫ് കൈവിട്ടിട്ടില്ല. ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ് ഹിസ് വിഷൻ. രാജതുല്യനാകുവാൻ ജനിച്ചവനാണ്, മറക്കയില്ല. ജയിലിൽ ഈജിപ്ഷ്യൻ രാജാവായ ഫറവോന്റെ 2 ജോലിക്കാർ വ്യത്യസ്തമായ കാര്യങ്ങളാൽ തടവിലുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ അവർ ഇരുവരും ഓരോ സ്വപ്നം കണ്ടു. ജോസഫ് അവരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു നൽകിയതുപോലെ തന്നെ അവരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അവരുടെ ഡ്രീം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമേ അല്ല. നമ്മളെ സമയത്തോളം ഉള്ളത് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്ത് സംഭവിച്ചു. ജോസഫ് അവരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് നൽകിയതുപോലെ തന്നെ അവരിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റേയാൾ ജയിൽ മോചിതനായി രാജാവിൻ്റെ പ്രധാന പാചകക്കാരനായി, ചീഫ് ബട്ട്ലർ, അതിലാണ് ഞാൻ പ്രധാന പാചകക്കാരെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ജോലിയിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തു. തൻ്റെ ദർശനം പൂർത്തീകരിക്കുവാൻ യോജ്യമായ സംഘത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന കണ്ണികൾ, കണക്റ്റിംഗ് ലിങ്ക്സ്, ദാറ്റ് ഇസ് എ ടേം. നമ്മൾ അതിനെപ്പറ്റി വിശദമായി ചിന്തിക്കുന്നുണ്ട്. കണക്റ്റിംഗ് ലിങ്ക്സ്, ദേ വേർ ദ കണക്റ്റിംഗ് ലിങ്ക്സ്. ജോസഫിൻ്റെ വിഷൻ ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമായ സംഘത്തിലേക്ക് പോകുന്ന കണക്റ്റിംഗ് ലിങ്ക്സ് ആയിരുന്നു ഇവർ. ആ കണക്റ്റിംഗ് ലിങ്ക്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതെ, ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഈ പാചകക്കാരൻ എന്ന് ജോസഫ് അപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇരുട്ട് നിറഞ്ഞ ജയിലിൽ മോചനത്തിന്റെ തീയതിയും കാലവും അജ്ഞാതമായിരിക്കുമ്പോഴും ജോസഫ് തന്റെ ദർശനം മുറുകെ പിടിച്ചു. തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഈ ദർശനം പതിഞ്ഞിട്ട് ഇപ്പോൾ 17 വർഷങ്ങളായി, 17 years, ഇവയാണ്ട് 30 yearsോളമായി, 17 years ആയിട്ടും ഈ വിഷൻ ഫുൾഫിൽ ചെയ്തില്ല. ജോസഫ് അതിനോട്ട് ഉപേക്ഷിച്ചതും ഇല്ല. വൺ ബൈ വൺ ആയിട്ട് പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചുറ്റും കനനൂങ്ങി നിൽക്കുന്ന ഇരുട്ടിനെ നോക്കി അവൻ പ്രകാശപൂരിതമായ ദിവസങ്ങൾ സ്വപ്നം കണ്ടു. തൻ്റെ കൈകളിലും കാലുകളിലുമുള്ള ചങ്ങലുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ സിംഹാസനം സ്വപ്നം കണ്ടു. അത് യാഥാർത്ഥ്യമാകും, തീർച്ച. ആർക്കും അതിനെ തടയുവാൻ കഴിയില്ല. ജോസഫ് ജയിലിലായിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഫറവോൻ രാജാവ് ഭയങ്കരമായ ഒരു സ്വപ്നം കണ്ടു. രാജാവിന് സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അത് രാവിലെ തന്നെ അദ്ദേഹം തൻ്റെ കൊട്ടാരവാസികളായ സ്വപ്ന വ്യാഖ്യാതാക്കളെ വിളിച്ച് സ്വപ്നത്തിന്റെ അർത്ഥം വിശദീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവർക്ക് സ്വപ്ന വ്യാഖ്യാനം അസാധ്യമായിട്ട് മാറി. രാജാവ് നിരാശയിലും ഭയത്തിലുമായി. അപ്പോൾ രാജാവിൻ്റെ പ്രധാന പാചകക്കാരൻ, അതായത് ജോസഫിന്റെ കണക്റ്റിംഗ് ലിങ്ക് ആയിരിക്കുന്ന പാചകക്കാരൻ, ജോസഫിന്റെ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് ഓർത്തു. അവനത് രാജാവിനെ അറിയിച്ചു. അത് രാവിലെ ജോസഫ് രാജസ്ഥാനിൽ എത്തപ്പെട്ടു. രാജാവ് രാത്രിയിൽ കണ്ടുമറന്ന സ്വപ്നവും അതിന്റെ അർത്ഥവും ജോസഫ് ഭംഗിയായി വിശദീകരിച്ചു കൊടുത്തു. ഈജിപ്തിൽ അടുത്ത 7 വർഷങ്ങൾ മഹാസമൃദ്ധി ഉണ്ടാകും. എന്നാൽ അതിനുശേഷമുള്ള 7 വർഷങ്ങൾ ഭയങ്കര ക്ഷാമം ഉണ്ടാകും. തൃപ്തനായ രാജാവ് ജോസഫിനെ രാജ്യത്തിലെ 2ാമത്തെ സ്ഥാനത്തിലേക്ക് ഉയർത്തി. That is, his vision is fulfilled. His vision is
fulfilled. After 17 years of trials and sufferings, his vision is fulfilled. പേരും സിംഹാസനം കൊണ്ട് മാത്രം ഫറവോൻ രാജാവായിരിക്കും. സമൃദ്ധിയുടെ നാളുകളിലും ക്ഷാമത്തിന്റെ നാളുകളിലും രാജ്യം ഭരിക്കുവാൻ ജോസഫിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈജിപ്തിലെ സകല ജനങ്ങളും ജോസഫിനെ അനുസരിക്കണമെന്നും മടങ്ങണമെന്നും രാജകൽപ്പന പുറപ്പെടുവിച്ചു. So totally his vision is fulfilled. To every word, to every detail, it is fulfilled. ജോസഫിന് 30 വയസ്സായപ്പോൾ, that is the last paragraph, ജോസഫിന് 30 വയസ്സായപ്പോൾ തനിക്ക് 13ാമത്തെ വയസ്സിൽ ലഭിച്ച വിഷൻ, ദർശനം, ജോസഫിന് 30 വയസ്സായപ്പോൾ അതിന് സാക്ഷാത്കാരത്തിന് സഹായമായ ഒരു ടീമിനെ കണ്ടുമുട്ടി. See the team, Joseph and Pharaoh. 2 പേരേ ഉള്ളൂ, but that is a team. That is a team. ഈ ടീമിന് മാത്രമേ ഫുൾഫിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ജോസഫിനെ കണ്ടുമുട്ടി. ദർശനവും അത് നടപ്പിലാക്കാനുള്ള അധികാരവും ഏറ്റവും യോജിച്ച ടീമായിട്ട് മാറി. അതാണ് ടീമിന്റെ പ്രത്യേകത. നമ്മളതിലേക്ക് വരുന്നുണ്ട്. വിഷൻ ആൻഡ് അതോറിറ്റി. ഓക്കെ, നമ്മൾ വരുന്നുണ്ട് അതിലേക്കൊക്കെ. ജോസഫിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഈജിപ്തിലേക്ക് ജനങ്ങളെ മാത്രമല്ല, ദ ലാസ്റ്റ് സെന്റൻസിലേക്ക് വരുമ്പോൾ ജോസഫിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഈജിപ്തിലെ ജനത്തെ മാത്രമല്ല, തൻ്റെ 11 സഹോദരന്മാരെയും തൻ്റെ പിതാവിനെയും ക്ഷാമത്തിൽ നിന്നും രക്ഷിച്ചു. ഓക്കെ, ജോസഫിന്റെ വിഷൻ ജോസഫിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് ജോസഫിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം ഇതാണ്. ലാസ്റ്റിൽ ഞാൻ എഴുതിക്കുന്ന ചുമന്ന ഒരു ലൈനുണ്ട്. ഓക്കെ, പ്രതിസന്ധികൾ മുന്നിൽ ഒരിക്കലും നമ്മുടെ ദർശനം ഉപേക്ഷിക്കരുത്. അപ്പോൾ ടോട്ടലി നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയും നമ്മൾ വരുന്ന കൺക്ലൂഷനും ഇതാണ്: പ്രതിസന്ധികൾ മുന്നിൽ ഒരിക്കലും നമ്മുടെ ദർശനം ഉപേക്ഷിക്കരുത്.